നമസ്കാരം. അങ്ങനെ ബിഗ് ബോസ് അഗ്നി പരീക്ഷയുടെ ഫസ്റ്റ് എപ്പിസോഡ് കഴിഞ്ഞു എന്നുള്ളതാണ്. എങ്ങനെയുണ്ട്, കൊള്ളാമോ എന്നുള്ളതാണ് നിങ്ങൾക്ക് ഞാൻ ചോദിക്കുകയാണ്. എങ്ങനെയുണ്ട് എന്നുള്ളതാണ്. അതായത് ഒന്നാമത്തെ കേസ് പറയുകയാണെങ്കിൽ 12 മണിക്ക് തുടങ്ങുമെന്ന് ഹോട്ട്സ്റ്റാറിൽ കൗണ്ട് ഡൗൺ ഒക്കെ വെച്ച് ഓരോ റീലും കാര്യങ്ങളൊക്കെ വന്നു. 12 12:15 12:30 12:45 ഈ ഒരു സാധനം തുടങ്ങിയത് എന്നുള്ളതാണ്. അതായത് നമ്മുടെ വലിപ്പിച്ചു, ബാക്കി എല്ലാം തെലുങ്ക് മറ്റതൊക്കെ വന്നു. ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ഒരു രക്ഷയുമില്ല. അവസാനം തുടങ്ങി എന്നുള്ളതാണ്. ഓക്കെ, ഇരിക്കട്ടെ. ഫസ്റ്റ് എപ്പിസോഡ് കഴിഞ്ഞു. ജഡ്ജസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 3 ജഡ്ജസ് ഉണ്ട്. അഖിൽ മാരാർ, റിയാസ് സലീം, നമ്മുടെ രഞ്ജിനി ഹരിദാസ്. ഇവരെയൊക്കെ മേക്കപ്പ് കണ്ടപ്പോൾ റിയാസ് സലീമിന്റെ എന്ത് ഡ്രസ്സ് ഇട്ടത്, നല്ല രസമുണ്ട് കേട്ടോ, കാണാൻ നല്ല രസമുണ്ട്. എന്തൊക്കെ ഒരു ഡ്രസ്സ്. പിന്നെ അഖിൽ മാരാറിന്റെ കേസ് പറയുകയാണെങ്കിൽ ലിപ്സ്റ്റിക് ഇട്ടോണ്ട് വന്നിരിക്കട്ടെ, ചുവപ്പൊക്കെ വാരി ചുണ്ടി തേച്ചോണ്ടൊക്കെ വന്നിരിക്കണേ. എന്ത് ഉദ്ദേശം എന്ന് അറിഞ്ഞൂടാ. ഓക്കെ, അങ്ങനെ വന്നു. ശരി, ജഡ്ജസ് അവിടെ നിൽക്കട്ടെ. പിന്നെ ഒരു 40 പേര്, സത്യം പറഞ്ഞാൽ ആരൊക്കെ എന്തൊക്കെയാണെന്ന് ഒരു പിടുത്തമില്ല. 40 പേര് ഓടി തുള്ളിച്ചാടി വരുന്നുണ്ട്. ഇവരെല്ലാരും കോമണേഴ്സ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്നും അറിഞ്ഞൂടാ. കുറച്ച് ഇവരൊക്കെ കോമണർ ആണോ എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന പ്രൊഫൈലുള്ള കുറെ ആൾക്കാരുണ്ട്. അതിൻ്റെ ഇടയിൽ കോമണേഴ്സ് ഉണ്ട് എന്നുള്ളത് നടന്നത്. പക്ഷെ അതിനൊരു കുറ്റം പറയാനൊന്നും പറ്റത്തില്ല. എല്ലാം ചിലപ്പോ അവർക്ക് ഇങ്ങനെയുള്ളവരെ കിട്ടും. കുറച്ച് കോമണർ എന്ന് പറഞ്ഞു വരുമ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് പ്രൊഫൈലുള്ള സംസാരിക്കാൻ കഴിവുള്ളവരൊക്കെ ഇരിക്കട്ടെ എന്നുള്ളതാണ്. ഓക്കെ, പക്ഷെ നല്ല വീട്ടമ്മമാരുണ്ട്, അങ്ങനെയുള്ള പലതും ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഓക്കെ, നമ്മൾ കുറ്റം പറയുന്നില്ലെങ്കിലും ചെറിയൊരു ഡൗട്ട്. അങ്ങ് പിന്നെ ദുബായിലുള്ളതും അവിടെയുള്ളതും ഇവിടെയുള്ളതും ബാംഗ്ലൂർ തേങ്ങ വാങ്ങ കുറെ ഡിവോഴ്സുകൾ, കുറെ എണ്ണം നിരത്തി നിന്ന് ഇങ്ങനെ ഭർത്താവ് കളഞ്ഞു, ഭർത്താവ് വീട്ടിട്ട് പോയി, ഭർത്താവിനെ കുറ്റം പറഞ്ഞുകൊണ്ടുള്ള ഒരു സാധനം, അങ്ങനെ കുറെ പേരുണ്ട്. അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് തെറ്റായിട്ടില്ല, ഡിവോഴ്സുകളായിട്ടുള്ള കുറച്ച് വീട്ടമ്മമാരുണ്ട്. പിന്നെ ആണുങ്ങൾ കുറവാണെന്ന് തോന്നുന്നില്ലേ. ഓക്കെ, ആരെയും വിലയിരുത്താൻ വേണ്ടിയിട്ടുള്ള സമയങ്ങളൊന്നും ആയിട്ടില്ല എന്നുള്ളതാണ്. തുടക്കം തന്നെ ഈ 40 പേരിൽ എന്ത് ചെയ്തു, ഒരു ടാസ്ക് കൊടുത്തു. അതിനകത്ത് മണിച്ചിത്രത്താഴ് എന്ന് പറയുന്ന ഒരു ടാസ്ക് കൊടുത്തു. അതിനകത്ത് എന്താണ്, കുറെ പൂട്ടുകൾ നിങ്ങൾ കണ്ടല്ലോ, നമ്മുടെ ആ ഒരു പ്രമോ. കുറെ പൂട്ടുകൾ കാണും, അതിനകത്ത് ക്ലൂ കാണും. അത് കിട്ടുന്നവർ തുറക്കുക. അത് 20 പേർക്ക് കിട്ടും. 20 പേരെ എന്ത് ചെയ്യുന്നു, തൽക്കാലം നിങ്ങൾ അവിടെ ഇരി എന്ന് പറഞ്ഞിട്ട് 20 പേരെ കൊണ്ടാണ് നേരെ സ്റ്റേജിനകത്തേക്ക് വരുന്നത്. അവിടെ വന്ന് ഈ 3 പേര്, അതായത് റിയാസ് സലീം, നമ്മുടെ അഖിൽ മാരാർ, രഞ്ജിനി, ഈ 3 പേരും കൂടി അവർക്ക് ഒരു ടീം റാൻഡംലി അവർ ഓരോ ടീമിനെ എടുത്തു. അഖിൽ മാരാർ എടുത്തതിൽ മൊത്തം ആണുങ്ങൾ, ഒരു പെണ്ണ്. പിന്നീട് ഈ പറയുന്ന രഞ്ജിനി ഹരിദാസ് എടുത്തതിൽ മൊത്തം പെണ്ണുങ്ങളായിരുന്നു എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ റിയാസ് സലീമിന് അറിയാമല്ലോ, ബൈസെപ്സ് ഉള്ള ഒരാളെ നോക്കിയെടുത്തു. പെണ്ണിനെ എന്തിന് ആണിനാ ചതിക്കപ്പെട്ട സ്ത്രീ, അതാര് അവരെ എടുത്തു. അങ്ങനെയൊക്കെയാണ് അവന് പൊതുവെ ആണുങ്ങളെ വെറുപ്പാണ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ ബോഡി ബിൽഡേഴ്സിന് അവന് ഭയങ്കര വെറുപ്പാണ്. എന്തുകൊണ്ടാണ് ബോഡി ബിൽഡേഴ്സിനെ എടുത്തു എന്ന് എനിക്കറിയത്തില്ല. അല്ലെങ്കിൽ അട്ടഹസിക്കുന്ന പൗരഷം കൂടുതലുള്ളവരൊക്കെ അവന് കാണാൻ ഭയങ്കര കടിയാണ് എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ 3 പേരെ ടീമായിട്ട് എടുത്തു. ഈ 3 ടീമിലും സംഭവം എന്നറിയാമോ, ഈ ടീമാർ അതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. നമ്മുടെ നമ്മുടെ എന്താ മണിച്ചിത്രത്താഴ് എന്ന് പറയുന്ന ടാസ്കിനകത്തും അവിടെയും ആദ്യമേ ഒരു ചതി നടന്നില്ല. അതായത് സ്വന്തം സുഹൃത്ത്, അവിടെ വന്ന് പരിചയപ്പെട്ടൊരു സുഹൃത്ത്, ഒരുത്തിക്ക് പൂജ എന്ന് പറഞ്ഞ ആ ഒരു കൊച്ചിന്റെ പേര് മാത്രം എനിക്ക് ഓർമ്മയുള്ളൂ. ഒരു കരച്ചിലും ബഹളമൊക്കെ ഉണ്ടായിരുന്നു. പൂജ എന്ന് പറഞ്ഞ പെൺകുട്ടി എന്ത്, അവളയിലാണ് താക്കോലും ഈ പറയുന്ന ക്ലൂ എല്ലാം കിട്ടിയത്. ഇവളെ കൊണ്ട് തുറക്കാൻ പോയപ്പോൾ ഈ പറയുന്ന ക്ലൂ മാത്രം കിട്ടിയവൻ ഇവളെ താക്കോല് പതുക്കെ പിടിച്ചു വാങ്ങിച്ചിട്ട് അവൻ്റെതാണെന്ന് കരുതി ശ്രമിച്ചു. പക്ഷെ ഇവള് വിട്ടുകൊടുത്തില്ല, കരച്ചിൽ പോയി. ഞാനാണ് എടുത്തത്, അവൻ തുറന്നു തരാമെന്ന് പറഞ്ഞ് വാങ്ങിച്ചതാണെന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് ആ പൂട്ടെ ജാമായി പോയി. അവസാനം ഈ പൂജയ്ക്ക് അവസരം കിട്ടി എന്നുള്ളതാണ്. ഓക്കെ, നല്ല പ്രസന്റ് ആയിട്ട് സംസാരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ശരി, ഓക്കെ. അതിനുശേഷം എന്ത് ചെയ്തു, ഈ എല്ലാവരും ടീം എടുത്തില്ല. ഈ 3 ടീമായാലും 3 ടീമിലും എന്ത് ചെയ്തു, ഓരോ ടാസ്കുകൾ കൊടുത്തു. ആ ടാസ്കിൽ ജയിക്കുന്നവർക്ക് ഒരു പെൻഡന്റ് കൊടുക്കും. അതായത് ഇൻഫിനിറ്റി പെൻഡന്റ് എന്നാണ് അതിന്റെ പേര്. അവർക്ക് പ്രത്യേക പിന്നീട് എന്താണ് പിന്നെ കഴിവുകളും പ്രത്യേക എന്തോ പവർ എന്തൊക്കെ കിട്ടും. അങ്ങനെ ഈ മൂന്ന് പിന്നെ ഗ്രൂപ്പിലുള്ളവർക്കും 3 ടാസ്കുകൾ കൊടുക്കുന്നു. അതിന് മുമ്പേ ഇവിടെ എല്ലാവർക്കും സ്വയമേ പരിചയപ്പെടുത്താൻ പറയുക. നിങ്ങളുടെ വീക്ക്നെസ്, നിങ്ങളുടെ സ്ട്രെങ്ത് ഒക്കെ പറയാൻ പറഞ്ഞു. പലരും പല വീക്ക്നെസ്സും പല സ്ട്രെങ്തുകളും പലരും പിന്നീട് ഈ പറയുന്ന രീതിയിലൊക്കെ ചിലരൊക്കെ നല്ല കോൺഫിഡൻസോട് കൂടി പറയുന്നു. ചിലവരൊക്കെ ആദ്യമേ തന്നെ ഇവിടെ കരഞ്ഞു എഴുകുന്നുണ്ട്. അതൊക്കെ ജനുവിനായിട്ടുള്ള കരച്ചിരുന്നു. ചിലവരെ കരച്ചിൽ കാണുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട് ഇതൊന്നും നമുക്ക് ഒരിക്കലും വിലയിരുത്താൻ പറ്റിയ ഒരു സംഭവമേ അല്ല. ഇപ്പൊ കോൺഫിഡൻസ് സംസാരിക്കുന്നവർ നാളെ ഈ പറഞ്ഞ പോലെ താന്നു പോകാം. അതുപോലെ ഇപ്പൊ പേടിച്ചു നിൽക്കുന്ന, കോൺഫിഡൻസ് കുറവെന്ന് നമുക്ക് തോന്നുന്നവർ ചിലപ്പോൾ നാളെ പൊങ്ങി വന്നേക്കാം എന്നുള്ളതാണ്. ഇതിൻ്റെ ഇടയിൽ എനിക്ക് എടുത്തു പറയാൻ തോന്നിയത്,
ഒരാൾ കള്ളം പറഞ്ഞുകൊണ്ട് ഒരുത്തി അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് മുമ്പ് ഈ അഗ്നിപരീക്ഷയിൽ ആദ്യത്തെ ഇന്റർവ്യൂലേക്ക് പോകുമ്പോൾ ഒരു വലിയൊരു ഫയലും കാര്യങ്ങളൊക്കെ കൊടുക്കും. അതിൽ കുറെ ക്വസ്റ്റ്യൻസ് ഇവർ ചോദിക്കും, അതിന്റെയൊക്കെ ആൻസർ ഇവർ ചെയ്യണം. ആരാണ് ഇഷ്ടതാരം, ആരെയാണ് നിങ്ങൾ ഇഷ്ടം, നിങ്ങൾ എന്തിനു വന്നു, നിങ്ങളുടെ ഇഷ്ട ഭക്ഷണം, അങ്ങനെ കുറെ സംഭവം ഇതൊക്കെ ഇവർ എഴുതി കൊടുത്ത് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഇവര് ഈ ഫയൽ കയ്യിൽ വെച്ചിട്ടാണ് ഇവരടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പൊ രഞ്ജിനി ഹരിദാസ് ഇവരുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു, നിന്റെ ഇഷ്ട പിന്നീട് മത്സരാർത്ഥി ആരായിരുന്നു, അതായത് ബിഗ് ബോസിലെ മത്സരാർത്ഥി ആരാന്ന് ചോദിച്ചു. ഉടനെ അവള് രഞ്ജിനി ഹരിദാസ് ആയിരുന്നു. ഞാനോ? രഞ്ജിനി ഹരിദാസിന്റെ ഒറ്റ ശത്രുവുണ്ട്, മറ്റാരുമല്ല, പേളിമാണിയാണ് എനിക്ക് ഇഷ്ടം എന്ന് നമ്മൾ അതിനകത്ത് എഴുതി വെച്ചിരുന്നു. അത് കണ്ടുകൊണ്ടാണ് രഞ്ജിനി ഹരിദാസ് ചോദിക്കുന്നത് നിന്റെ ഇഷ്ട മത്സരാർത്ഥി ആരായിരുന്നു. ഉടനെ ഇവള് പറഞ്ഞു അത് രഞ്ജിനി ആയിരുന്നു. രഞ്ജിനി ആണോ? ശരി. അപ്പൊ തന്നെ പൊക്കി, നീ ഇതിനകത്ത് എഴുതിയിരിക്കുന്ന പേളി. അവൾ അപ്പൊ തന്നെ ചമ്മി നാറി വെളുത്ത് വരണ്ട് എന്തിയെന്നേ കള്ളം പറയുന്നത്. ഇതിപ്പോ അവൾ ചെയ്തെന്നറിയാമോ? ഈ പറയുന്ന രഞ്ജിനി ഹരിദാസിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്ത്, രഞ്ജിനി ഹരിദാസിന്റെ ടീമിലായിരുന്നു. അപ്പോൾ അവളെ ഒന്ന് സുഖിപ്പിച്ചെടുക്കാം. ഈ ഒരു സാധനം തുടക്കമേ എന്ത് കള്ളിയാണെന്ന് മനസ്സിലായില്ലേ? തുടക്കമേ താങ്കൾ കള്ളിയാണെന്ന് മനസ്സിലായില്ലേ? അങ്ങനെ ചെയ്യാതിരിക്കുക എന്നുള്ളത്. അപ്പൊ അവള് വിചാരിച്ചില്ല ഈ ഫയലെല്ലാം കൂടെ നോക്കി വെച്ചുകൊണ്ടായിരിക്കും ഇവർ സംസാരിക്കണേ എന്ന് അവള് വിചാരിച്ചില്ല എന്നുള്ളത്. അപ്പൊ രഞ്ജിനി ഹരിദാസ് കൃത്യമായിട്ട് പൊക്കി. രഞ്ജിനി ഹരിദാസ് ചോദിക്കാൻ കാരണം ഇവിടെ പേളിമാണിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് അവളെ എഴുതിയത് കൊണ്ടാണ് ചോദിച്ചത്. ഇനി അവള് പേളിമാണിയാണ് ഇഷ്ടം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്തുകൊണ്ട് എന്ന് രഞ്ജിനി ഹരിദാസ് ചോദിച്ചിരുന്നതേ എന്നുള്ളത്. അപ്പൊ അവളെ തന്നെ ആദ്യമേ തന്നെ അവളുടെ പിന്നെ ആഫീസ് പൂട്ടി അവൾ അവിടെ ഇരിക്കുന്നത് കണ്ടു എന്നുള്ളത്. പിന്നെ ഈ ജഡ്ജസ് തമ്മിൽ, അതായത് നമുക്ക് ഉടനീളം നോക്കി കഴിഞ്ഞാൽ റിയാസ് സലീമും ഈ പറയുന്ന നമ്മുടെ അഖിൽമാരാണ് തമ്മിൽ ചെറിയ ഉരസൽ, അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും ഡയറക്റ്റ്ലി അങ്ങോട്ടും ഇങ്ങോട്ടും പാരകൾ വെക്കുന്നുണ്ട്. അപ്പൊ വരുന്ന ദിവസങ്ങളിൽ ഒരടി പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. അല്ലെങ്കിലും ഈ പറയുന്ന രഞ്ജിനി ഹരിദാസിന് എപ്പോഴും ഒരു ചായ്വ് ഈ പറയുന്ന റിയാസ് സലീമിനോടാണ് എന്നുള്ളതാണ്. അപ്പോൾ അഖിൽമാരാർ മുഖ്യവാറും ഒറ്റയ്ക്ക് ഇന്ന് ഫൈറ്റ് ചെയ്യേണ്ടത് വരും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ എന്തെന്നറിയാം, ഈ 3 ടീമുകൾക്ക് 3 ടാസ്ക് കൊടുക്കുന്നു. അതില് 3 പേര് ജയിക്കുന്നു. എന്തൊരു ടാസ്ക് ഒന്നും എനിക്ക് മനസ്സിലായില്ല. ചില ടാസ്കുകൾ കൊള്ളായിരുന്നു. പിന്നെ എന്തൊരു കളം, രഞ്ജിനി എന്ന് പറയുമ്പോൾ അങ്ങോട്ട് ചാടണം, പിന്നീട് അഖിൽമാരാൻ എന്ന് പറഞ്ഞാൽ പുറത്തോട്ട് ചാടണം, റിയാസ് എന്ന് പറയുമ്പോൾ എന്താണ് ഇതൊക്കെ എനിക്ക് മനസ്സിലായില്ല. പരസ്പരം ഇടിക്കുന്നു. ആ ടാസ്ക് എനിക്കൊന്നും മനസ്സിലായി. പിന്നെ ആ ഗ്ലാസ് എടുക്കുന്ന ടാസ്കുകളൊക്കെ കൊള്ളാം, ബോൾ ഇടാം, അതൊക്കെ പിന്നെയും കൊള്ളാം. പിന്നെ അതെനിക്ക് മനസ്സിലായിട്ടില്ല. എനിക്ക് തന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടികൾ ഇടിച്ച് വീണല്ലാതെ എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. അപ്പം 3 പേർക്ക് ഈ പറയുന്ന ഇൻഫിനിറ്റി പെൻഡന്റ് കിട്ടിയിട്ടുണ്ട് എന്നതാണ്. അതിൽ എന്താണ്, അതിൽ കൂടുതൽ പവറുകൾ കിട്ടുമെന്ന് പറയുന്നു. പിന്നീട് 20 പേരായാലും 20 അവിടെ ഇരിപ്പുണ്ടല്ലോ, ആ 20 പേർക്ക് നാളെ വേറെ ടാസ്കുകൾ കൊടുക്കുക. കാരണം എല്ലാം കൂടെ 40 പേർക്കും കൂടെ ഒത്തു കയറി ഇരുന്ന് ഇവിടെ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇവർ എന്ത് ചെയ്തത്, 20 പേരായിട്ടുള്ള ഒരു സംഭവം എടുത്തത് എന്നുള്ളത്. എങ്ങനെയെന്ന് ചോദിച്ചത് കുഴപ്പമില്ലടേ, കൊള്ളാം, നന്നായിട്ട് ഇരിക്കുന്നു. നമ്മുടെ സ്റ്റേജൊക്കെ അടിപൊളിയായിരുന്നു. അടിപൊളിയായിട്ട് സ്റ്റേജ് സജ്ജീകരണം ഉണ്ടായിരുന്നു. റനീഷ ആദ്യം കുറച്ചൊന്ന് പാളിയെങ്കിലും പിന്നെ ഒന്ന് കോൺഫിഡൻസ് ലെവലിലേക്ക് റനീഷ ആസ് ആൻ ആങ്കർ എന്നുള്ള രീതിയിൽ വന്നു. ആദ്യമൊക്കെ കുറച്ച് ടെൻഷൻ ആയില്ലേ എന്നെനിക്ക് തോന്നി. പിന്നെ ജഡ്ജസ് ഒന്നും വലിയ പ്രശ്നമല്ല. അതിപ്പം ഈ 3 പേരും ജഡ്ജസ് എന്നുള്ള നിലയിൽ അവർ നന്നായിരിക്കും. തമ്മിൽ അടിക്കാതിരുന്ന തങ്ങൾ അടി കൂടട്ടെ, അവിടെ ഒരു അടി വേണ്ടേ എന്നുള്ളതാണ്. പിന്നെ ഈ പറയുന്ന കണ്ടസ്റ്റൻസുകൾ കുറേ എണ്ണം നമുക്ക് തോന്നിപ്പോയി ഇവരൊക്കെ ഇതാണോ കോമ്പണേഴ്സ് എന്ന് തോന്നിപ്പോകുന്ന കണ്ടസ്റ്റൻസ് ആണ് ഇതിനകത്തുള്ളത്. പക്ഷേ വളരെ വീട്ടമ്മമാരും വളരെ സാധാരണക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. പലരും നല്ല കോൺഫിഡൻസോട് സംസാരിക്കുന്നു, പലരും കുറച്ച് പേടി ചെക്ക്. അതൊന്നും നമുക്ക് ഇപ്പോഴും മാറ്ററേ അല്ല. ഇതൊന്നും അല്ല ഇപ്പോൾ സംസാരിച്ചതൊന്നും അല്ല. ഇനി അങ്ങോട്ട് പോകുമ്പോഴാണ് ഈ സംഭവം നമ്മുടെ അവരുടെ സ്വഭാവം, ഒരു ഡിബേറ്റ് ഒക്കെ വരുമ്പോൾ ഒരു സന്ദർഭം വരുമ്പോൾ അതിനെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു. അല്ലാതെ ഇപ്പൊ പഠിച്ചു പറയും പോലെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഇത് തന്നെ എനിക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുക, എന്താണ് വീക്ക്നെസ്, എന്താണ് നിങ്ങളുടെ സ്വന്തം ചോദിക്കുന്നത് കൃത്യമായിട്ട് അറിയാതെ പഠിച്ചു വെച്ചുകൊണ്ട് പറയുകയാണ് എന്നുള്ളതാണ്. ഓക്കെ, ഇതായിരുന്നു സംഭവം. നിങ്ങളുടെ അഭിപ്രായത്തിൽ പറയും, നിങ്ങൾക്ക് ആരെയാണ് ഇഷ്ടം? എനിക്ക് പേരൊന്നും ഒരു ഓർമ്മയില്ല കേട്ടോ. ആരാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്? ആരാണ് ഇത്തിരി പിന്നെ മുന്നോട്ട് പോകാൻ ഇത്തിരി അവിടെ ഒരു ഓളം? ചിലവരൊക്കെ ഭയങ്കര പിന്നെ ആറ്റിറ്റ്യൂഡൊക്കെ കിട്ടും, ഞാൻ മറ്റവനാണ് എന്നുള്ള രീതിയിൽ കുറെ എണ്ണം നിൽക്കുന്നുണ്ട്. ഇതൊക്കെ പൊളിയും എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാൻ നമുക്ക് വേണ്ടി കാണാം. ശരി.